ഹായ് കൂട്ടുകാരെ, 6ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ പേജ് നമ്പർ 27 വരയും വരിയും അന്നും ഇന്നും തുടങ്ങിയ ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. പേജ് നമ്പർ 27 കൂട്ടുകാർക്ക് 2 ഫോട്ടോകൾ കാണാൻ സാധിക്കും. ഈ ഒരു ഫോട്ടോയ്ക്ക് വളരെ കാലം പഴക്കമുണ്ട്. ഈ ഒരു ഫോട്ടോ ആവട്ടെ ആധുനിക കാലത്തെ ഒരു കടയാണ്. അപ്പം എന്താണ് ഈ ഫോട്ടോകൾ നമുക്ക് പറഞ്ഞു തരുന്നത്? ചരിത്രം അറിയാനുള്ള ഉപാധികളിൽ ഒന്നാണ് ഫോട്ടോകൾ എന്നിവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതെ, പഴയകാല ചരിത്രമൊക്കെ നമുക്ക് അന്നത്തെ ഫോട്ടോകൾ കാണുമ്പോൾ മനസ്സിലാകും. അന്നത്തെ ആളുകളുടെ വസ്ത്രധാരണ രീതി, അന്നത്തെ സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുള്ള രീതി, അന്നത്തെ കെട്ടിടങ്ങളുടെ രൂപം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരു ഫോട്ടോ പറഞ്ഞു തരും. ഫോട്ടോയ്ക്കുള്ള പ്രാധാന്യം കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. എന്നാൽ ഈ ഒരു ഫോട്ടോ നോക്കൂ, സാങ്കേതിക വിദ്യയൊക്കെ മാറി, കാലമെല്ലാം മാറി, ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് വന്നു ചേർന്നു. അതുകൊണ്ട് തന്നെ ഈ കടയ്ക്കൊരു പുതിയ മോടിയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് പുത്തൻ കാര്യങ്ങളാണ് ഈ ഒരു കട കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. സാധനങ്ങളുടെ ആ വയ്ക്കുന്ന രീതിയൊക്കെ മാറി, അടുക്കിപ്പെറുക്കി വയ്ക്കുന്ന രീതി രണ്ടും രണ്ട് വിധത്തിൽ ആണ്. കുറച്ചുകൂടെ കളർഫുള്ളാണ് ഇന്നത്തെ കട. പഴയ കാലത്തെ കട ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ സാങ്കേതിക വിദ്യയുടെ വളർച്ച നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഫോട്ടോകൾ നമുക്കത് കാണിച്ചു തരുന്നു. സാധനങ്ങളും ജീവിത രീതിയും കൂടി ആകെ മാറിയിരിക്കുന്നു. എന്തെല്ലാം വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്? എന്തെല്ലാമായിരിക്കും ഈ മാറ്റങ്ങൾക്ക് കാരണം? അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് അതിൻ്റെ കാരണം. അത് നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ കുറിച്ചു വയ്ക്കുമല്ലോ. നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുകയും ചെയ്യുമല്ലോ. വരയും വരിയും. നിങ്ങൾ ചിത്രം വരക്കാറുണ്ടല്ലോ. ചിത്രം വരയ്ക്ക് മനുഷ്യരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. ചിത്രം ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു. വരകളും വർണ്ണങ്ങളും ചേർന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു, ആഹ്ലാദിപ്പിക്കുന്നു. പറഞ്ഞോ എഴുതിയോ വിശദീകരിക്കാൻ കഴിയാത്ത പല ആശയങ്ങളും പകർന്നു തരാൻ ചിത്രങ്ങൾക്ക് കഴിയും. അപ്പോൾ ചിത്രത്തിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. വരയും വരിയും. വര എന്ന് പറഞ്ഞാൽ ചിത്രം വര, വരി എന്ന് പറഞ്ഞാൽ അതിലൂടെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ചിത്രം വരയ്ക്കുന്ന ആ ഒരു കല ഇന്ന് തുടങ്ങിയതല്ല, മനുഷ്യനുണ്ടായ കാലം മുതലേ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിന് തെളിവുകളും ഉണ്ട്. ചരിത്രം ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞാൽ അന്നത്തെ ചിത്രങ്ങളൊക്കെ നമുക്ക് അത് പറഞ്ഞു തരുന്നു. വരകളും വർണ്ണങ്ങളും ചേർന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ് അല്ലേ? പഴയ കാലത്ത് വരച്ച ചിത്രങ്ങളൊക്കെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവുമല്ലോ. പറഞ്ഞോ എഴുതിയോ വിശദീകരിക്കാൻ കഴിയാത്ത പല ആശയങ്ങളും നമുക്കിത് പറഞ്ഞു തരും. അതായത് നമുക്ക് പറയാൻ കഴിയില്ല, എന്നാൽ വിശദീകരിക്കാനും കഴിയില്ല. പക്ഷേ ചിത്രങ്ങളത് വേഗം നമുക്ക് ചെയ്തു തരും. ചിത്രത്തിലൂടെ നമുക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയും. ചിത്രകലയിൽ വ്യത്യസ്തമായ നിരവധി വിഭാഗങ്ങളും ശൈലികളുമുണ്ട്. രേഖാചിത്രങ്ങൾ അവയിലൊന്നാണ്. അപ്പോൾ ചിത്രം വരയുടെ ഒരു വിഭാഗമാണ് രേഖാചിത്രം. വരകൾ കൊണ്ട് മാത്രം ഒരു കാഴ്ചയെ ആവിഷ്കരിക്കുന്ന രീതിയാണ് രേഖാചിത്രങ്ങളുടേത്. അപ്പോൾ എന്താണ് ഒരു രേഖാചിത്രം? വരകൾ കൊണ്ട് ഒരു കാഴ്ചയെ നമുക്ക് കാണിച്ചു തരുന്ന ചിത്രം തന്നെയാണ് രേഖാചിത്രം. രേഖാചിത്രങ്ങളും ചെറുകുറിപ്പുകളും ചേർന്ന ചില യാത്രാ അനുഭവങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ തൊട്ടടുത്ത പേജിൽ നമുക്ക് രേഖാചിത്രങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന ആ ചെറുകുറിപ്പാണ്, ആ യാത്രാനുഭവമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സാങ്കല്പിക വിവരണരേഖ എന്ന ഭാരഭാസ്കരന്റെ കൃതിയിൽ നിന്നെടുത്തതാണ് ഒന്നാമത്തെ രേഖാചിത്രം. രണ്ടാമത്തെ രേഖാചിത്രമാവട്ടെ അബുവിന്റെ ഭാരത ദർശനം എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഇതെന്താണ് നമ്മളോട് പറയുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തെ ചിത്രം നമ്മളോട് പറയുന്നത് ആവി വണ്ടിയെ കാത്തു നിൽക്കുന്ന ആളുകളെ കുറിച്ചാണെങ്കിൽ രണ്ടാമത്തെ ചിത്രം നമ്മളോട് പറയുന്നത് മഞ്ഞുമൂടി കിടക്കുന്ന മലനിരകളെ കുറിച്ചാണ്. 1861 ബേപ്പൂരിൽ നിന്ന് ആദ്യമായി ആവി വണ്ടി ഓടിത്തുടങ്ങിയതിനെ അടിസ്ഥാനമാക്കിയ ഈ വിവരണം വായിക്കൂ. ഇതാണ് ആ വിവരണം. അന്നേരം ഒരു ഭയങ്കരമായ ശബ്ദം മലയാളക്കരയിൽ കേൾക്കാറായി. കറുത്ത പുകപടലം അന്തരീക്ഷത്തെ മൂടിയും പൊടിപടലങ്ങളെ ഭൂമിയിൽ നിന്ന് ഇളക്കിയും ചലിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ അതിശയിപ്പിക്കുന്ന ഹുങ്കാരം കേട്ട് നായ്ക്കൾ വാലും ചുരുട്ടി വരാൻ പോകുന്നത് എന്തെന്നറിയാതെ മൂങ്ങിക്കൊണ്ടിരുന്നു. കോഴികൾ നാലുപാടും ചിതറിപ്പറന്നു. വേലികളൊന്നുമില്ലാത്തതിനാൽ ചിലവ
ആ ഘോര ശബ്ദത്തിനടുത്തേക്ക് തന്നെ കുതിച്ചു. പക്ഷികൾ പല പല ശബ്ദ ആരവങ്ങളോടെ കാട്ടിലേക്ക് പറന്നു. ഈ ഒരു ചിത്രം അതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നു. ആവി വണ്ടി ഓടിത്തുടങ്ങിയപ്പോൾ മൃഗങ്ങളുടെ പേടിയൊക്കെയാണ് ഇതിലൂടെ, ഈ വിവരണത്തിലൂടെ ബാലഭാസ്കരൻ നമ്മളോട് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു രേഖാചിത്രമാണ് ഇത്. രേഖാചിത്രം എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി ഈ ചിത്രം നോക്കൂ. വിവരണം ഞാൻ വായിക്കാം. വിവരണത്തിലേക്ക് നോക്കണ്ട കൂട്ടുകാർ, ഈ ചിത്രത്തിലേക്ക് നോക്കുക. മഞ്ഞിന്റെ കട്ടിപ്പുതപ്പ് പുതച്ച് കിടക്കുകയാണ് കാശ്മീർ. ഈ സമയം ആണ്ടിൽ 6 മാസവും കാശ്മീരികൾ മിക്കവാറും വീടിനകത്തു തന്നെ തങ്ങുന്നു. ഇക്കാലമാണ് അവർ അനുപമസുന്ദരമായ കമ്പളങ്ങളും ചിത്രത്തുന്നലുകളുള്ള ഉത്തരീയങ്ങളും നാനാതരം കരകൗശല വസ്തുക്കളും ഉണ്ടാക്കുന്നത്. വസന്തം വരുന്നതോടെ പൊടുന്നനെ മഞ്ഞുരുകുന്നു. കൊച്ചരുവികൾ ഒഴുകാൻ തുടങ്ങുകയും ചെമ്മരിയാടുകൾ കുഞ്ഞാടുകൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് വായിക്കുമ്പോൾ, ഈ വിവരണം വായിക്കുമ്പോൾ ഈ രേഖാചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കി ഇരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഈ രേഖാചിത്രം നമ്മളോട് പറയുന്നതാണ് ഇവിടെ വിവരണമായി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രേഖാചിത്രങ്ങളുടെ പ്രാധാന്യം കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഏതൊരു കാര്യത്തെയും നമുക്ക് ചിത്രങ്ങളിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും. ഇത് വരയാണ്, ഇതോ വരികളാണ്. ഇത് വരയാണ്, ഇത് വരികളാണ്. ഇനി പേജ് നമ്പർ 29 എന്താണ് കൊടുത്തിട്ടുള്ളത്? ചിത്രങ്ങളെക്കുറിച്ച് പറയാം. 2 ചിത്രകാരരുടെ യാത്രാനുഭവങ്ങളാണ് ചിത്രമായും എഴുത്തായും കൊടുത്തിരിക്കുന്നത്. നമ്മൾ വായിച്ചുവല്ലോ. എഴുതിയതിനേക്കാൾ കൂടുതലായി ഈ രേഖാചിത്രങ്ങൾ എന്തെല്ലാം പറയുന്നുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഉത്തരം നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതേണ്ടത് എങ്ങനെയാണ്? ഈ രേഖാചിത്രം വരച്ചുകൊണ്ട് നിങ്ങൾ ഒരു വിവരണം തയ്യാറാക്കുക. ഈ ചിത്രത്തിൽ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അത് വെച്ച് വാചകങ്ങളിലൂടെ നിങ്ങൾ ഒരു വിവരണം തയ്യാറാക്കി നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുമല്ലോ. മഞ്ഞുവീഴ്ചയിൽ മരത്തിന്റെ ഇലകളൊന്നും കാണുന്നതേയില്ല. മരക്കൊമ്പുകൾ മാത്രം അവിടെ തെളിഞ്ഞു കാണാം. കട്ടിയേറിയ തണുപ്പ് സഹിക്കാൻ വയ്യാതെ ചെമ്മരിയാട്ടിൻ കൂട്ടം മരച്ചുവട്ടിൽ മൂടി പുതച്ച് എവിടേക്കും പോകാനാവാതെ കിടക്കുകയാണ്. ചിലവ നിൽക്കുന്നുമുണ്ട്. അത്രയ്ക്കും കൊടും തണുപ്പാണ് അനുഭവപ്പെടുന്നത്. പുഴകളിൽ കാണുന്ന വെള്ളമെല്ലാം തണുത്തുറഞ്ഞുപോയി കട്ടിയായി ഐസുകളായി മാറിയിരിക്കുന്നു. ആകാശമോ മറ്റ് സ്ഥലങ്ങളോ ഒന്നും മഞ്ഞിനാൽ കാണാൻ സാധിക്കുന്നില്ല. ആകെക്കൂടെ തണുത്തുറഞ്ഞ ഒരു സ്ഥലം. ഇങ്ങനെ നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ഈ ചിത്രത്തെക്കുറിച്ച് എഴുതി നോട്ട് ബുക്കിൽ ചേർക്കുമല്ലോ. നിങ്ങൾക്കും വേണമെങ്കിൽ ഒരു രേഖാചിത്രം വരച്ച് വിവരണവും തയ്യാറാക്കാം. ഈ ചിത്രം തന്നെ വേണമെന്നില്ല, മറ്റൊരു ചിത്രം എടുത്ത് നിങ്ങൾക്കിതുപോലെ ചെയ്യാവുന്നതാണ്. യാത്രാനുഭവങ്ങൾ രസകരമാക്കാം. ക്ലാസ് മുറിയുടെ പുറത്തേക്ക് ഒരു യാത്ര പോകൂ. എന്നിട്ട് മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങൾ വരയ്ക്കൂ. എന്നിട്ടത് ഒരു A4 ഷീറ്റിൽ പകർത്തു നിങ്ങളുടെ മലയാളം സെക്കൻഡ് നോട്ട് ബുക്കിൽ ഒട്ടിച്ചു വയ്ക്കൂ. ഫോട്ടോ ചിത്ര പ്രദർശനവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ വരച്ച ചിത്രങ്ങളും നിങ്ങളെടുത്ത ക്യാമറയിലെ ഫോട്ടോകളും ചേർത്ത് ക്ലാസ്സിൽ ഒട്ടിച്ചു വയ്ക്കുക. ഒരു ചാർട്ടിലോ അല്ലെങ്കിൽ കെട്ടിത്തൂക്കുകയോ ആവാം. പ്രദർശനം കാണാൻ നിങ്ങൾ ആരെയെല്ലാം ക്ഷണിക്കും? ക്ലാസ് ടീച്ചറെ ക്ഷണിക്കുമല്ലേ, ഹെഡ് മാസ്റ്ററെ ക്ഷണിക്കും, പിന്നെയോ PTA പ്രസിഡന്റിനെ ക്ഷണിക്കും. അങ്ങനെ നിങ്ങൾക്ക് കുറേ ആളുകളെ ക്ഷണിക്കാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾ വരച്ച അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ വരയും വരിയും മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുമല്ലോ. ക്ലാസ്സിലെ ഫോട്ടോ ചിത്ര പ്രദർശനത്തെക്കുറിച്ചൊരു നോട്ടീസ് തയ്യാറാക്കാം. എങ്ങനെയാണ് ഒരു നോട്ടീസ് തയ്യാറാക്കുക? നിങ്ങൾ നോട്ടീസ് തയ്യാറാക്കുമ്പോൾ പേജിന്റെ വലതുവശത്ത് നിങ്ങളുടെ സ്കൂളിന്റെ പേരും സ്ഥലവും എഴുതുക. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ എന്ത് തുടങ്ങും? മാന്യരെ എന്നെഴുതിയിട്ട് ഗവൺമെന്റ് സ്കൂൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിന്റെ പേര്, 6ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഒരു ചിത്ര പ്രദർശനം ഇന്ന തീയതി രാവിലെ 10 മണി മുതൽ 1 മണി വരെ ഇന്ന സ്ഥലത്ത് വെച്ച് നടത്തുന്നു. സ്കൂളിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും കാണുവാനായി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു എന്ന് ക്ലാസ് ലീഡറുടെ പേരോ ക്ലാസ് അധ്യാപികയുടെ പേരോ ഇവിടെ വെക്കാം. ഇനി ഇവിടെ വേണമെങ്കിൽ അവിടെ ടീച്ചറുടെ പേര് വെക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണം വരാത ക്ലാസ് ലീഡർ എന്ന് വെക്കാം. അങ്ങനെയാണ് ഒരു നോട്ടീസ് തയ്യാറാക്കുന്നത്. നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് വെച്ചൊരു നോട്ടീസ് തയ്യാറാക്കുമല്ലോ. ആ നോട്ടീസ് നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുമല്ലോ. നമ്പർ 29 ചലനചിത്രം കൊടുത്തിട്ടുണ്ട്. എന്താണത്? ചിത്രങ്ങളും ഫോട്ടോകളും കാഴ്ചയുടെ ജീവിതത്തിൻ്റെ ഒരു മാത്രം
പകർത്തി വയ്ക്കുന്നവയാണ്. ആണല്ലോ, ഒരു പ്രത്യേക സന്ദർഭമോ ഒരു പ്രത്യേക കാഴ്ചയോ ആണ് ചിത്രങ്ങളും ഫോട്ടോകളും പകർത്തി വയ്ക്കുന്നത്. എന്നാൽ കാഴ്ചകളും ചലനങ്ങളും ഭാവങ്ങളും പൂർണ്ണമായി പകർത്തി അവ നാം നേരിട്ട് കാണുന്നത് പോലെയുള്ള അനുഭവം നൽകുന്ന കലാരൂപമാണ് ചലച്ചിത്രം. ചലച്ചിത്രം എന്ന് പറഞ്ഞാൽ സിനിമ അഥവാ സിനിമ. സിനിമയിൽ അങ്ങനെയല്ല, ഒരു സന്ദർഭമല്ല അല്ലേ, കുറേ കാര്യങ്ങൾ നമ്മൾ 2.5 മണിക്കൂറോളം ഇരുന്ന് കാണുകയാണ്. ചലച്ചിത്രങ്ങൾ ചലിക്കുന്ന ചിത്രങ്ങളാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഭാഗത്ത് നിൽക്കുകയല്ല. അവ സമൂഹത്തിന്റെ പ്രതിഫലനങ്ങളുമാണ്. സമൂഹത്തിൽ എന്തെല്ലാമാണോ നടക്കുന്നത് അതെല്ലാം സിനിമയായിട്ട് ഇങ്ങോട്ട് വരികയാണ്, കഥയായിട്ട് വരികയാണ്, സാങ്കല്പിക കഥാപാത്രങ്ങളായിട്ട് വരികയാണ്. ക്യാമറയുടെ കലയെന്നും സിനിമയെ വിശേഷിപ്പിക്കാം. എന്തും കൂടി വിശേഷിപ്പിക്കാം? ക്യാമറയുടെ കല. ക്യാമറ കൊണ്ടുള്ള ഒരു കലയാണ് സിനിമ. സിനിമ കാലത്തിനനുസരിച്ച് വലിയ മാറ്റങ്ങൾ ഉൾച്ചേർന്ന് വളരുന്നു. പഴയകാല സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ നമുക്ക് സിനിമകളിലൂടെ ശരിക്കും ഇപ്പോൾ ഇരുന്ന് കാണാൻ കഴിയും. അതിൻ്റെ ആ ഓർമ്മ നമുക്ക് കിട്ടുകയും ചെയ്യും. കുഞ്ഞുമീനുകളെ ആർക്കാണ് ഇഷ്ടമാവാത്തത്? അക്വേറിയമെന്ന് നമ്മൾ വിളിക്കുന്ന ചില്ലുപാത്രങ്ങളിൽ സദാസമയം കുമിളകൾ ഉയരുന്ന വെള്ളത്തിൽ പല വർണ്ണങ്ങളിൽ നീന്തി തുടിക്കുന്ന കുഞ്ഞുമീനുകൾ നമ്മുടെ കണ്ണും കരളും കവരുന്നു. ഇതിന്റെ സഹായത്തോടെ ഒരു കുഞ്ഞു സിനിമ കാണാം. സിനിമ കണ്ടല്ലോ, ഇനി ഈ ഹ്രസ്വചിത്രത്തിന്റെ ദൃശ്യരേഖ പരിചയപ്പെടാം. അപ്പോൾ അടുത്ത പേജിൽ നിങ്ങൾക്ക് ഒരു സിനിമയാണ്. ആ സിനിമ ടീച്ചർ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഇനി ആ സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.